ഇത് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയറുണ്ടല്ലോ. ചെറുപയറൊക്കെ മിക്കവാറും വീടുകളിൽ ചെറുപയർ ഉണ്ടാവുന്ന ഒരു സാധനമുള്ള. അപ്പോൾ ചെറുപയറും പിന്നെ അരിപ്പൊടിയും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേടുവരാണ്ട് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. നാട്ടിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ മഴയൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പലണ്ടി വെച്ചിട്ട് വേറൊരു സ്നാക്ക് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അത് ഇട്ട കഴിക്കാൻ 2-3 പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ. അത് റെഡിയാക്കിയിട്ട് എടുക്കാനാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ പലഹാരം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ചെറുപയറും പിന്നെ അരിപ്പൊടി കൂടി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ചെറുപയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ച കളറിലുള്ള തൊണ്ടോട് കൂടിയിട്ടുള്ള പയർ. ഈ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറുപയർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ പരിപ്പുണ്ടല്ലോ, അതിനെ നമ്മൾ ചെറുപരിപ്പ് എന്ന് പറയും. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ അത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കില്ല, അതേപോലെ എടുക്കണം. ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ പയർ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ പയറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപരിപ്പും വെച്ചിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. സെയിം അളവിൽ തന്നെ എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ചനാദാൽ എന്ന് പറയില്ലേ അത്. പിന്നെ ഒരു വലിയൊരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 വലിയ വെളുത്തുള്ളി. ഇനി നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പച്ചമുളകും കൂടിയിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ചെറുപയർ ചേർക്കുക. നന്നായിട്ട് കുതിരണം കേട്ടോ, അല്ലെങ്കിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. കുറച്ച് വെള്ളം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് വേണമല്ലോ, അതനുസരിച്ചിട്ട് വെള്ളം ചേർത്തു. പിന്നെ സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കട്ടെ. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. കാരണം നമ്മൾ അരച്ചിട്ടാണല്ലോ എടുക്കുന്നത്. ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിട്ട് ചേർത്താൽ അല്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കും അറിയില്ല. വെളുത്തുള്ളി, ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞിട്ട് വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്തിട്ട്, ഒരുപാട് വെള്ളം ചേർക്കരുത്, നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. നമ്മൾ മിക്സിയൊക്കെ വാങ്ങുമ്പോൾ ആ മിക്സിയുടെ അതിനകത്ത് ഇതേപോലത്തെ ഒരു സ്പാച്ചില ഉണ്ടാവില്ലേ, ഈ കളറായിരിക്കില്ല, മിക്കപ്പോഴും ഒരു വെള്ള കളറായിരിക്കും. സാധാരണ നമ്മളത് ഉപയോഗിക്കാൻ എടുക്കാറില്ലല്ലോ. പക്ഷേ മിക്സിയുടെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് ഭയങ്കര നല്ലതാണ്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് എടുക്കണ പോലെയല്ല, ഇതേപോലെ ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും തന്നെ വടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി അത്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ എന്ത് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. പുട്ടുണ്ടാക്കണതോ അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കണതോ പത്തിരി ഉണ്ടാക്കണതോ ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ എടുത്ത് ചോദിക്കണ്ട കേട്ടോ, ഏത് ടൈപ്പ് അരിപ്പൊടിയെ പറ്റാന്നുള്ളത്. അപ്പോൾ അരിപ്പൊടി ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ എല്ലാത്തിൻ്റെ അളവ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ഏത് ഗ്ലാസ്സിലാണ് അളവ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലായിരിക്കണം ചെറുപയറിൻ്റെയും അരിപ്പൊടിയുടെ എല്ലാത്തിൻ്റെ അളവ് എടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം. ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളകും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്.
പിന്നെ അയമോദകം മെയിനായിട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അയമോദകം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണവും പിന്നെ അത് ഇങ്ങനെ കടിക്കുമ്പോഴായിരുന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് ഒരു ഇത്രയ്ക്ക് ചേർക്കാം, ഒരു ഏകദേശം അളവിൽ. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. കയ്യിൽ വെച്ചിട്ട് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ടോട്ടെ. അയമോദകം അല്ലെങ്കിൽ അജ്വൈൻ എന്ന് പറയില്ലേ, നല്ല മണം അതിന്. മണം മാത്രമല്ല അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഈ കുറച്ച് എള്ളും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏതായിരുന്നാലും കുഴപ്പമില്ല, ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം എള്ള്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ 3 ടേബിൾ സ്പൂൺ ഓയിൽ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക. ഇത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുക്കുന്നത്. ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഈ 2 3 ഇത് എല്ലാം കൂടിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചിട്ടെടുക്കില്ല, അതേപോലെ കുഴച്ചിട്ടെടുക്കുക. ഫസ്റ്റ് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ടെടുക്കില്ലേ, അതേപോലെ കുഴച്ചിട്ടെടുക്കുക. അതൊരു ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഒറ്റയടിക്ക് വെള്ളം ചേർക്കണ്ട. അത് നോക്കിക്കേ, അത്യാവശ്യം ഒരു നനവുണ്ട്, ഒരു ഇച്ചിരി വെള്ളം വേണം. അപ്പോൾ ഇതൊരു കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ കൈ കൊണ്ട് നന്നായിട്ട് ഇതേപോലെ അമർത്തി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് എല്ലാം കൂടിയിട്ട് നല്ല മിക്സായിട്ട് വരും. അങ്ങനെ നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും പാത്രത്തിൽ ഒട്ടും ഇങ്ങനെ അടിയിൽ പിടിക്കരുത് കേട്ടോ. അടിയിൽ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷേ തുടക്കത്തിൽ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുത്താൽ മതി, അപ്പോൾ വെള്ളമൊന്നും കൂടില്ലല്ലോ. വെള്ളമൊക്കെ ആയിരുന്നാലും നല്ല കറക്റ്റ് പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കുക. ഒരുപാട് വലിയ ഉരുള വേണ്ട കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഇനി നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ട്രേ അല്ലെങ്കിൽ ഒരു പാത്രം അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പും എന്തായാലും കുഴപ്പമില്ല. അതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴല ഉണ്ടല്ലോ, വാഴല വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് ഇതെങ്ങനെ വയ്ക്കാം. ഇത് കുറച്ച് വലിയ ട്രേ ഉള്ളൂ, നമുക്കൊരു 5-6 വയ്ക്കാം. ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ളതല്ല കേട്ടോ, അതിലും കുറച്ചും കൂടി വലിയത് ഇത്രയ്ക്കുള്ളത്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് വെച്ചോ. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് റെഡിയാക്കിയിട്ട്. കുറച്ച് ഇത് സ്പേസ് ഇട്ടിട്ട് വെക്കണം കേട്ടോ, കാരണം ഇത് നമ്മൾ പരത്തൂല്ലോ, അപ്പോൾ കുറച്ച് സ്ഥലം വേണമല്ലോ. ഉപ്പ് ഇതിനകത്ത് നല്ലൊരു കറക്റ്റായിട്ട് വരണം കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് എല്ലാവരും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കണം കേട്ടോ. ഉപ്പ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് അതായത് നമ്മൾ പരത്തുമ്പോൾ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതേപോലത്തെ നമ്മുടെ അടുത്തൊരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. ഇതിൻ്റെ അടി വെച്ചിട്ട് ഒന്ന് പരത്തുക. പിന്നെ പരത്തിയിട്ട് നന്നായിട്ടൊന്ന് കനം കുറച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കനമില്ലാണ്ട് പരത്തിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. ഈ അടിയിലായി കവറൊന്ന് പൊന്തിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വിട്ടുപോരും. കണ്ടേ, നല്ല സിമ്പിളായിട്ട് എടുക്കാനും പറ്റും. ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക. നല്ല എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാവരും ഇതേപോലെ ഇങ്ങനെ ഉരുളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും.
അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഓയിൽ നല്ല ചൂടിലാണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കില്ലേ, ഇട്ട വഴിക്കാൻ നന്നായിട്ട് ഇങ്ങനെ കോംപ്ലക്സ് ഇങ്ങനെ വീർത്ത് വരില്ലേ, അതേപോലെ വരും. നമുക്ക് അതേപോലെ അല്ല ഇത് എടുക്കേണ്ടത്. ഇത് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട്, ഓരോന്നല്ല ഒരു ട്രിപ്പിൽ നമുക്ക് കുറേ വറുത്തിട്ട് എടുക്കുക. അങ്ങനെ ഇട്ടിട്ട് വറുത്തിട്ട് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ അങ്ങോട്ട് മാറിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറൊക്കെ ആവും. പക്ഷേ ഉള്ളിൽ നമുക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ ഈ നമുക്കിത് വറുത്തെടുക്കണം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അതായത് നമ്മളിപ്പോൾ പാത്രത്തിൽ നിന്ന് നമ്മൾ പരത്തി വെച്ചങ്ങനത്തെ എടുക്കുമ്പോഴായിരുന്നാലും എന്താ ഒട്ടും അടിയിൽ പിടിക്കണില്ല കേട്ടോ. വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പരത്തി വെച്ചത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പലഹാരം അല്ലാണ്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ, കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ കടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ചില സൈഡിൽ നന്നായിട്ട് മരിഞ്ഞിട്ടിരിക്കും, ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ചിലപ്പോൾ ശരിക്കും അങ്ങോട്ട് മൊരിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്കൊരു കറുമുറ അങ്ങനത്തെ ഒരു ടെക്സ്ചറുള്ള വേണ്ടത്. തീ കുറച്ചിട്ടിട്ട് വറുത്തിട്ട് എടുക്കണം കേട്ടോ. എങ്ങാനും നിങ്ങൾ എല്ലാവരും വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകുന്ന സമയത്ത് നോക്കിയപ്പോൾ വിചാരിച്ച അത്രയ്ക്കാണ്ട് ക്രിസ്പി ആയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിട്ടിട്ട് ഒന്നും കൂടി വറുത്തിട്ട് എടുക്കാം. അത് ഇരട്ടി പണിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വറുത്തിട്ട് എടുക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഇത് പരത്തിയിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഭയങ്കര കനത്തിൽ പരത്തരുത് കേട്ടോ. ഭയങ്കര കനത്തിൽ പരത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം ഓയിലിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് കനം കുറത്തിട്ട് പരത്തിയിട്ട് എടുക്കുക. പരത്തുന്നതായിരുന്നാലും നിങ്ങൾ കണ്ടതല്ലേ, അത് പരത്തിയിട്ട് എടുക്കാനാണെങ്കിലും ഭയങ്കര സിമ്പിളാണ്. ആ പാത്രത്തിൻ്റെ അടിഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കാനും പറ്റും. പറയാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഉണക്കമുളകൊക്കെ ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ അങ്ങോട്ടേക്ക് ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എരിവുണ്ട്. നമുക്ക് കുറച്ചും കൂടി നല്ല എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് മിക്സിയിലിട്ട് അരച്ചിട്ട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പച്ചമുളക് ചേർക്കണമെന്ന്. അങ്ങനെ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല എരിവായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ ക്രഷ് ചെയ്ത് മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കാം.